വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു പാർട്ട് 2 വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മാക്സിമം അറിയാമായിരിക്കും. നമ്മൾ വീൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ V4 വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ ഡൈമെൻഷനും കാര്യങ്ങളൊക്കെ എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ പാർട്ടിന് വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നേരെ പോയി ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അതിൽ നമ്മൾ പറയാൻ വിട്ടുപോയ കാര്യങ്ങളാണ് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മൊത്ത കാര്യങ്ങളിട്ട് സെറ്റ് ചെയ്ത് വണ്ടിയിൽ കയറ്റാൻ സമയമാകുമ്പോഴാണ് നമുക്കൊരു പണി കിട്ടിയെന്ന് പറഞ്ഞിട്ട്. ഇതുവരയ്ക്കും വർക്ക് നീറ്റായിട്ട് തന്നെ പോയത്. അപ്പം അതിനുശേഷം ഞാൻ ഡിസ്ക് എടുത്ത് സെറ്റ് ചെയ്യുമ്പോഴാണ് ഓർമ്മ പറഞ്ഞത് കാലിബർ നിൽക്കാനുള്ള സ്ഥലം ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഡിസ്ക് സെറ്റ് ചെയ്തതിന് ശേഷം വണ്ടിയിൽ സെറ്റ് ചെയ്ത് നോക്കി കാലിബർ തട്ടോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് ശേഷമാണ് ഒരു ചെറിയൊരു ഡൗട്ട് വന്നത്. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്ത് നോക്കിയപ്പം ഡൗട്ട് കൺഫേമായി. കാലിബർ എന്തായാലും നമ്മൾ സെറ്റ് ചെയ്ത പ്ലേറ്റിൽ തട്ടും. അപ്പോൾ എന്തായാലും ഇതിനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തിരിച്ച് അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്കിനെല്ലാം നമ്മൾ റിമൂവ് ചെയ്തിട്ട് അപ്പം എവിടെയാണ് നമുക്ക് അകത്തോട്ട് പോകണോ ആ ലെവലിൽ നമ്മൾ മാർക്ക് ചെയ്തെടുത്തു. അപ്പോൾ രണ്ടാമത് സെറ്റ് ചെയ്തപ്പോഴും കാലിബർ വന്നിട്ട് ചെറുതായിട്ട് ഡിസ്പ്ലേ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പം പിന്നെ ഇതിനെ ഊരി നമുക്ക് റെഡിയാക്കാം. ഇതൊരു 2 ദിവസം കൊണ്ട് കഷ്ടപ്പെട്ട് ചെയ്തെടുത്ത ഒരു വർക്കാണ് ഇത്. സത്യം പറയുകയാണെങ്കിൽ ഇത് ഒരു ദിവസത്തെ വർക്കേ ഉള്ളൂ. ഞാൻ പക്ഷേ സമയം കിട്ടുമ്പോൾ മാത്രമാണ് വന്ന് വണ്ടിയുടെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത്.
പലർക്കും തോന്നിയ ഒരു ഡൗട്ടാണ് നമ്മൾ ഈ വണ്ടിയിൽ എങ്ങനെയാണ് എയർ അടയ്ക്കുന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളെ വീഡിയോയിൽ ശ്രദ്ധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. കഴിഞ്ഞ വീഡിയോയിൽ അത് എന്തായാലും ഉണ്ട്. അപ്പം അത് കാണാതിരിക്കും, കട്ട് ചെയ്ത് തിരിച്ച് കാണാതിരിക്കാൻ നമ്മൾ എന്താണെന്ന് വെച്ചാൽ സ്റ്റിക്കറിങ് ചെയ്ത് നമ്മളതിനെ ഒന്ന് കവർ ചെയ്തെടുത്ത്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഓവറോൾ വ്യൂ എന്ന് പറയുന്നത്. വണ്ടി കാണാൻ തന്നെ സൈഡ് ലുക്ക് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്തൊരു ലുക്ക് തന്നെ പറയണം. ഒരു അടിപൊളി ഒരു തടിയും വണ്ടി നിൽക്കുന്ന ഒരു ഫീലാണ്. V4 നോർമലി V3 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വണ്ടി ഒരു തടിയും ഒരു വണ്ടി തന്നെ. അപ്പം ഈ വീലും ഇനി ഒരു ട്രാക്ക് ടയറും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ബാക്ക് ലുക്ക് എന്ന് പറയുന്നത് ഒരു അടിപൊളി ഒരു രക്ഷയില്ലാത്ത ലുക്കിലാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് അടിക്കുക. അപ്പം ഇതേപോലത്തെ ട്രെൻഡിങ് അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് നമ്മളെ പേജിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. അങ്ങനെ ഇൻസ്റ്റയുടെ ഐഡിയും കൂടെ ഞാൻ താഴെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെയും കൂടെ ഒന്ന് ഫോളോ ചെയ്തിരിക്കുക. അപ്പോൾ അടുത്തിനി എന്ത് വീഡിയോ ആണ് നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് അടിച്ചാൽ മതി. എന്നെക്കൊണ്ട് പറ്റുകയാണെങ്കിൽ ഞാൻ എന്തായാലും ചെയ്യാം. അപ്പം ഇതിനേക്കുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ.